അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, യൂണിറ്റ് കൺവേർഷന് വേണ്ടിയിട്ടാണ് അടുത്ത സംഗതി നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. യൂണിറ്റ് കൺവേർഷൻ ഡയമെൻഷൻ അനാലിസിസിൻ്റെ മറ്റൊരു ഉപയോഗമാണ് യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിനെ മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഏത്, ഡയമെൻഷണൽ ഫോർമുല. ഒരു ന്യൂട്ടണെ എത്ര ഡൈനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഇപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഇതിനെ തൽക്കാലം കിലോഗ്രാമിനെ M1 എന്ന് കൊടുത്തു, എമ്മിനെ L1 എന്ന് കൊടുത്തു, ടീനെ T1 എന്ന് കൊടുത്തു. അപ്പോൾ T1 റേസ് ടു -2. അപ്പോൾ 1 ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, യെസ്. ഒരു ഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡൈനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഡൈനാണെന്ന് അറിയില്ല. അപ്പോൾ അതിന് തൽക്കാലം N എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. N ഇൻറ്റു ഇത് എത്രയാണ്, ഗ്രാം മീറ്റർ ഗ്രാം സെൻറ്റിമീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഗ്രാം സെൻറ്റിമീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഇതിന് തൽക്കാലം നമ്മൾ M2 എന്ന് കൊടുത്തു, L2 T2 റേസ് ടു -2. അപ്പോൾ ഒരു ന്യൂട്ടൺ N ഡൈൻസ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ആ Nൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് അറിയണം. എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള വാല്യൂസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, 1 M1/M2 L1/L2 T1/T2 ഓൾ റേസ് ടു -2 എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളായിരുന്ന ഡയമെൻഷണൽ ഫോർമുലേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, M ഉള്ളതിനൊക്കെ ഒരുമിച്ചാക്കി, T ഉള്ളതിനൊക്കെ ഒരുമിച്ചാക്കി, അതേപോലെ തന്നെ L ഉള്ളതിനൊക്കെ ഒരുമിച്ചാക്കി, കാൽക്കുലേഷൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. യെസ്, ഇനി ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കിയേ. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ഗ്രാം അല്ലേ. ഇനി ഇതിനെ ഡയമെൻഷനാക്കി കൊടുത്തേ, 1m1 = 10⁻³ m2 അല്ലേ, ആണല്ലോ. അപ്പോൾ ഈ M1നെ എനിക്ക് എന്തെന്ന് എഴുതാം, 10⁻³ m2 എന്ന് എഴുതിക്കൂടെ, /m2 ഇൻറ്റു 1 ഗ്രാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻² സെൻറ്റിമീറ്റർ അല്ലേ. ഇതിനൊന്ന് മാറ്റി എഴുതിയേ, L1 = 10⁻² L2 അല്ലേ. അപ്പോൾ എത്ര വരിക, 10⁻² L2 /L2 T1. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് തന്നെ. അപ്പോൾ എത്ര വരുന്നത്, 1 T1 = 1 T2. അപ്പോൾ T1 = T2. അപ്പോൾ എത്ര വരുന്നത്, T2 /T2 ഓൾ റേസ് ടു -2. ഇത് വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി, ബാക്കി എത്ര തന്നെ, 10⁻³ × 10⁻² = 10⁻5 ഡൈൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, 10⁻5 ഡൈൻ. അല്ലെങ്കിൽ 1 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്² എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻³ ഗ്രാം സെൻറ്റിമീറ്റർ/സെക്കൻഡ്². ഓക്കെ, അപ്പോൾ യൂണിറ്റ് കൺവേർഷനിൽ നമുക്ക് ആ സംഗതി മനസ്സിലായി. യെസ്. ഇനി ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് എന്തുണ്ട്, ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് ഡീമെറിറ്റും ഉണ്ട്. ഇപ്പോൾ y = a sin ωt എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ നിങ്ങളെടുത്തു. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നിങ്ങളുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഈ സൈനിൻ്റെ ഡയമെൻഷൻ ഇല്ല. മനസ്സിലായോ, സൈനിന് ഡയമെൻഷൻ ഇല്ല. ഇപ്പോൾ ഇതിന് പകരം ഇക്വേഷൻ y = a ആണ്. അതും ഡയമെൻഷനലി കറക്റ്റാണ്, ഇതും ഡയമെൻഷനലി കറക്റ്റാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും വേറിട്ടറിയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നർത്ഥം. മനസ്സിലായ, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = a sin ωt എന്നാണ്. അതിന് പകരം സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ഇക്വേഷൻ y = a എന്നാണ് വേറൊരുത്തം പറഞ്ഞു എന്ന് വിചാരിക്കുക, ഒരു വങ്കം പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ശരിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇതാണോ അതിൻ്റെ റെഡിക്കുള്ള ഫോർമുല? അല്ല. അപ്പോൾ ഒരു ഡയമെൻഷൻ അനാലിസിസ് പ്രകാരമാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ വങ്കലും നമ്മൾ പറഞ്ഞതും ശരിയാന്ന് വരും. അപ്പോൾ ഒരു സൈൻ, കൊസൈൻ,
ടാൻ തുടങ്ങിയ ഫോർമുലാസ് ഉള്ള ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ ഡിറൈവ് ചെയ്യാൻ ഏത് കൊണ്ട് പറ്റില്ല? ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് പറ്റില്ല. ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് പറ്റില്ല. മനസ്സിലായല്ലോ? ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് പറ്റില്ല. ഇനി മറ്റൊന്ന്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്ന് പറഞ്ഞു. വേറൊരു പങ്കം പറഞ്ഞു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 mv² എന്ന് പറഞ്ഞു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എത്ര എന്ന് പറഞ്ഞു? 3/2 mv² എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാന്ന് പറഞ്ഞു. ഇനി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mv² ആണെന്ന് വേറൊരുത്തം പറഞ്ഞു. 3 ശരിയാണെന്ന് ഡയമെൻഷനലി ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ml² t⁻². ഹാഫിൻ്റെ ഡയമെൻഷൻ എന്താ? ഹാഫിന് ഡയമെൻഷൻ ഇല്ല. നമ്പറല്ലേ, നമ്പറിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ mv² മാസ് m l² t⁻². ഇവിടെ ചെയ്ത് കഴിഞ്ഞാലോ സെയിം റിലേഷൻഷിപ്പ് കിട്ടും. ഇവിടെ ചെയ്ത് കഴിഞ്ഞാലോ സെയിം റിലേഷൻഷിപ്പ് കിട്ടും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഇടയിൽ ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്തിനെ കൊണ്ട് പറ്റില്ല? ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ അത് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ഡീമെറിറ്റാണ്. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ഡീമെറിറ്റാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്തിനെക്കുറിച്ചിട്ട് നോക്കാം? ഇനി നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചിട്ടൊന്ന് ചരിക്കാം. ഓക്കെ, നമുക്കിനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചിട്ട് പറയാം. എന്താണ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? ഇപ്പോൾ നിങ്ങളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു പെൻസിലിൻ്റെ ലെങ്ത് അളക്കാമെന്ന് വിചാരിക്കുക. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് പെൻസിലിൻ്റെ ലെങ്ത് അളക്കുന്ന സമയത്ത് സ്കെയിലിൻ്റെ ഡിവിഷൻ നമ്മളെടുത്തു. സ്കെയിലിൻ്റെ ഡിവിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1, പിന്നെ ചെറിയ ഗ്യാപ്പ് കാണും, പിന്നെ ഒരു 5, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2, അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ വരിക. അതിലൊരു ചെറിയ സാധനത്തിന് കറക്റ്റ് സ്കെയിലിൻ്റെ ഡിവിഷൻ്റെ അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ 1.1 ഇവിടെയാണ് വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് 1.1 നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ രണ്ടിന് നടുവിലായിട്ട്, അതായത് ഈ ഡിവിഷൻ ഇല്ലാത്ത ഭാഗത്ത് ഇവിടെ വന്നിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഏകദേശം സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 1.05 എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മെഷർമെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1.05 സെൻറ്റിമീറ്ററിന് സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇതിൽ 1ഉം 0യും സർട്ടനാണ്. കാരണം എന്തുണ്ട്? 1.0 എന്ന് പറഞ്ഞിട്ടുള്ള ടേം അത് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ 5 എന്നുള്ളത് എന്തല്ല, അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ്. അപ്പോൾ അത് അൺസർട്ടൺ വാല്യൂ ആണ്. ഇനി പിന്നെ അസ്യൂം ചെയ്യാൻ പറ്റുമോ? 1.055 എന്നോ 1.056 എന്നോ നമുക്ക് അളക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അൺസർട്ടൺ ഡിജിറ്റ് എടുക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ സംഗതികളുണ്ടാവും? സർട്ടൺ ഡിജിറ്റ്സും ഉണ്ടാവും, പ്ലസ് 1 അൺസർട്ടൺ ഡിജിറ്റും ഉണ്ടാവും. ഇതിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയുള്ളത്, നമ്മൾ എടുക്കുന്നതിൽ വിലയുള്ളത്. അപ്പോൾ ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ്യൂട്ട് ഓഫ് സർട്ടൺ ഡിജിറ്റ്സ് പ്ലസ് 1 ഫസ്റ്റ് അൺസർട്ടൺ ഡിജിറ്റ്. ഇതിനെ കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഒരു മെഷർമെൻറ്റിനകത്തുള്ള ന്യൂമറിക്കൽ വാല്യൂവിലെ ആദ്യത്തെ ആദ്യത്തെ അൺസർട്ടൺ ഡിജിറ്റും പ്ലസ് സർട്ടൺ ഡിജിറ്റ്സും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു നമ്പറിനകത്തുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓൾ നോൺ സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒരു മെഷർമെൻറ്റിനകത്ത് ഓൾ നോൺ സീറോ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സിഗ്നിഫിക്കൻ്റാണ്. 125 സെൻറ്റിമീറ്റർ, 347 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3. ഇതിൻ്റെ എത്രയാണ്? 3. 415, 4151. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 4. അപ്പോൾ നോൺ സീറോ നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സെക്കൻഡ് വൺ 40.00.